ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ പുതിയ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ്. കോഫി വിത്ത് പ്രശാന്ത്, ചൂട് കാപ്പിയും ചൂടറിവുകളും എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷന് പേര് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലരും പല രീതിയിലാണ് ചായ കുടിക്കുന്നത്. ചില ആളുകൾ ലൈറ്റ് ചായ, പിന്നെ മീഡിയം ചായ, സ്ട്രോങ്, ഡബിൾ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാറുണ്ട്. അതുപോലെയാണ് നമ്മുടെ അറിവും. നമ്മളിപ്പോൾ ചിലപ്പോൾ മീഡിയത്തിലായിരിക്കും, പലരും മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവർ എന്താണ്, സ്ട്രോങ്ങിലേക്കോ ഡബിൾ സ്ട്രോങ്ങിലേക്കോ എത്തിയിട്ടില്ല. അതിനെ പരീക്ഷയായി സങ്കല്പിക്കുമ്പോഴാണ്. അപ്പോൾ നല്ല ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ മാറുമെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ തലവേദനയ്ക്ക് എടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത്, തൊട്ടടുത്ത ഒരു കടയിൽ പോയിട്ട് നല്ല ഒരു ഡബിൾ സ്ട്രോങ് ചായ വാങ്ങിച്ചു കുടിക്കും. അതുപോലെയാണ് നമ്മുടെ പഠനവും ഡബിൾ സ്ട്രോങ് ആയാൽ, നമ്മൾ കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടത് പഠിച്ചു പോയാൽ നമുക്ക് അത് വളരെ ആശ്വാസകരമാകുന്ന ഒന്നായിരിക്കും. ഏത് പരീക്ഷയിലും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും ഈ ഒരു ഡബിൾ സ്ട്രോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മീഡിയത്തിൽ നിന്ന് നമ്മൾ ഡബിൾ സ്ട്രോങ്ങിൽ എത്തുക. ചായ ഡബിൾ സ്ട്രോങ് സ്ട്രോങ് എത്തണമെന്നോ പറയുന്നില്ല. ചായയല്ല, അറിവിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം അതിരാവിലെ തന്നെ നമുക്ക് ഒരു ചൂട് ചായയോ കോഫിയോ കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലതാണ്. അതുപോലെയാണ് നിങ്ങൾക്കിതാ അതിരാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും എന്നില്ല, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിവുകൾ പകർന്നുകൊണ്ട് നല്ല ചൂട് കാപ്പിക്കൊപ്പം ഞങ്ങളുടെ ഈ ഒരു കോഫി വിത്ത് പ്രശാന്ത് കൂടി എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 5 ചോദ്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അത് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരാണ്? ഹിസ്റ്ററി ഓഫ് കേരള. 4 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 10ാം ക്ലാസ്സിലെ SCRTയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. 10ാം ക്ലാസ്സിലെ SCRTയിൽ ഇതാ ബോക്സിൽ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിന് ഏറ്റവും അടിയിൽ അത് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെടുന്ന ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അതാരാണ്? സർദാർ KM പണിക്കറാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം അഥവാ മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. ഇതാണ് സർദാർ KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. SCRT പഠിക്കുമ്പോൾ ബോക്സുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബോക്സിലിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ 1 മാർക്കിന്റെ വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിവിടെ വന്നില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. എന്താണ് ഉത്തരം? ഉത്തരം സർദാർ KM പണിക്കറാണ്, ഹിസ്റ്ററി ഓഫ് കേരള. ഇനി കേരള സിംഹം എന്ന പേരിൽ ഒരു ബോക്സ് കൂടിയുണ്ട്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജ ആരാണ്? കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. ഈ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്നത് പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ്. കൊട്ടിയോട്ട് രാജ എന്നുള്ളതും പൈച്ചി രാജ എന്നുള്ളതും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആരാണെന്ന്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ. ഓക്കെ, പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അതായത് അടുത്ത ഒരു ബുക്കാണ്. കേരള സിംഹം എന്ന പേരിൽ പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി പുസ്തകം രചിച്ചതാരാണ്? അത് സർദാർ KM പണിക്കർ. അപ്പൊ കേരള സിംഹം എന്നത് സർദാർ KM പണിക്കരുടെ ഒരു ചരിത്ര നോവലാണ് എന്ന് മനസ്സിലാക്കുക. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. ഏത് നോവലിലെ? കേരള സിംഹം എന്ന നോവലിലെ പരാമർശം. അപ്പൊ ഇത് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്നത് സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ
കേരള സിംഹം എന്ന നോവൽ എഴുതിയതാരാണ്? അതും സർദാർ KM പണിക്കരാണ്. അപ്പൊ പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അതുപോലെ കേരള സിംഹമെന്നും. ഓക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ? ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. അതുപോലെ സർദാർ KM പണിക്കരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദി ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു സർദാർ KM പണിക്കർ. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. അതുപോലെ മദ്രാസിൽ സ്വരാജ്യത്തിന്റെ പത്രം, അതായത് സ്വരാജ്യം എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപർ കൂടിയായിരുന്നു സർദാർ KM പണിക്കർ. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ്. മദ്രാസിൽ സ്വരാജ്യത്തിന്റെ പത്രാധിപരായിരുന്നു. 1946-48 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമായിട്ടുണ്ട്. 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമായിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു. ഐക്യരാഷ്ട്ര പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു. ഐക്യരാഷ്ട്ര പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു. 1942 ചൈനീസ് അംബാസഡർ ആയിട്ടുണ്ട്. അതുപോലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. പട്യാല രാജാവിന്റെ വിദേശകാര്യമന്ത്രിയും ബിക്കാനീറിന്റെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളി കൂടിയാണ് സർദാർ KM പണിക്കർ. ഞാൻ ഈ ടിക്കിട്ട പോർഷൻസ് ഒക്കെ കൃത്യതയോടെ പഠിക്കുക. മുൻപ് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗം ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ചോദിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളി ചോദിച്ചിട്ടുണ്ട്. ഉത്തരം സർദാർ KM പണിക്കർ എന്നാണ്. എന്താണ് സർദാർ KM പണിക്കർ? ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകും മുമ്പ് 10ാം ക്ലാസ്സിലെ SCRT-യിൽ ഐക്യ കേരളത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, നോക്കാം. അതിലിങ്ങനെയാണ്: ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഒരു പോയിന്റ് നമുക്ക് അടുത്ത പരീക്ഷകൾക്ക് അവിടെ കിട്ടും. എന്താണ്? അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ഇത് എവിടെ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ്. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1921 ഏപ്രിൽ 23 മുതൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ഒറ്റപ്പാലത്ത് വെച്ച്. കൃത്യതയോടെ മനസ്സിലാക്കുക. ഇനിയും ചോദിക്കാൻ സാധ്യത കൂടിയ ഏരിയയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലത്ത് വെച്ച് 1921 21 ഏപ്രിൽ 23 മുതൽ 26 വരെ. ഇനി ആരായിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന നമ്മുടെ ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. അപ്പൊ ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ ഒരു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. തുടർന്നാണ് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും മലബാറിനെയും അല്ലെങ്കിൽ മലബാറിലെ ഏരിയകളെ ഉൾപ്പെടുത്തി എന്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാര്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാര് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത അല്ലെങ്കിൽ അധ്യക്ഷനായ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. 1947
കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. അടുത്ത പോയിന്റ്. അപ്പോ ഐക്യ കേരള കൺവെൻഷൻ എവിടെ വെച്ച് നടന്നു? തൃശ്ശൂരിൽ. ഐക്യ കേരള കൺവെൻഷൻ തൃശ്ശൂരിൽ വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള കൺവെൻഷൻ തൃശ്ശൂരിൽ വെച്ച് നടന്നു. അതിനുശേഷം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ചും ഐക്യ കേരള സമ്മേളനത്തിലും നടന്നു. ഐക്യ കേരള സമ്മേളനം ആലുവയിൽ വെച്ച് ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 ജൂലൈ 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അത് ഓർത്തു വെച്ചേക്കുക. 1949 ജൂലൈ 1 എന്താണ്? തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. എന്താണ്? കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അടുത്ത പാരഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കുക. അടുത്ത പാരഗ്രാഫിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് തന്നെയല്ലേ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ചോദ്യം? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം 1.25 കോടി മലയാളികൾ. ഈ ഒരു പാരഗ്രാഫിൽ ഏറ്റവും അവസാനത്തെ കൊടുത്തിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഓക്കെ, ഇതാണ് ചോദ്യമായി വന്നിരിക്കുന്നത്. അപ്പൊ വായിക്കുമ്പോൾ SCRT പഠിക്കുമ്പോൾ കൃത്യതയോടെ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. 10ാം ക്ലാസ്സിലെ SCRT പാഠപുസ്തകത്തിലുള്ള ഒരു ഭാഗം. ആ ഭാഗത്തിൽ കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി അതിന്റെ ബാക്കി നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. കൃത്യമായി നമുക്ക് അതിൽ കൂടുതലും വിശദാംശങ്ങളൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അടുത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതുവരെ കേരളത്തിലേക്ക് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാളയും അഗസ്തീശ്വരവും കൽക്കുളവും വിളവൻകോടും മദിരാശിക്ക് കൊടുത്തു. അതുപോലെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊന്ന് നിങ്ങൾ നോക്കുക. ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറഞ്ഞ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാരുടെയാണ്? NV കൃഷ്ണവാര്യരാണ്. കൃത്യമായി ഓർക്കുക. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യർ. അടുത്ത ഒരു ചോദ്യം അങ്ങനെ ചിലപ്പോൾ വരാം. ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ NV കൃഷ്ണവാര്യർ. ഇതാണ് ഐക്യ കേരള പ്രതിജ്ഞ. NV കൃഷ്ണവാര്യരാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ ആണ് എന്ന് കരുതുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ചോദ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ കൃത്യമായി നമുക്ക് ഉത്തരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഒരു പോർഷനാണ് വിദേശ നയം. അതിൽ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ഇത് പറഞ്ഞത് 1947 ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളതെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അതായത് വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ.
സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ് എന്ന ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം, അതായത് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇതാണ് കൃത്യമായി നോക്കുക. അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ചോദിച്ചാൽ സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടും എതിർപ്പുണ്ട്, വംശീയവാദത്തോടുള്ള വിദ്വേഷം. എന്നാൽ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ എന്നിവയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. അതുപോലെ പഞ്ചശീല തത്വങ്ങൾ ഇവിടെയാണ് നമുക്ക് കൃത്യമായി വരുന്നത്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അതായത് ഈ പഞ്ചശീല തത്വങ്ങളായ ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണ്. ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അതായത് ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെയാണ്. അതായത് ചൈനയുമായിട്ടാണ് 1954 ഈ ഒരു കരാർ ഒപ്പിട്ടതെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം പഞ്ചശീലം തന്നെയാണ്. എന്താണ് പഞ്ചശീലം എന്ന് ചോദിച്ചാൽ, ഒന്ന്, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതുപോലെ തന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് ഇന്ത്യയുടെ പഞ്ചശീലം. 5 ശീലങ്ങൾ ഇവയാണ്. അതായത് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കും, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, ഇത്രയുമാണ് കൃത്യമായി ഓർക്കുക. അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് ജവഹർലാൽ നെഹ്റു എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അതായത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ചേരിചേരാ നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായി ഇത് ഓർത്തു വച്ചേക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം, ഇവിടെ ഉത്തരം നമുക്കറിയാം, കാൺപൂരാണ്. എന്നാൽ നമ്മുടെ പാഠപുസ്തകത്തിൽ അത് തന്നെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്ക് നോക്കാം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പൊ ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതാണ് പറയുന്നത്. എപ്പോഴാണ്? 1857 മെയ് മാസം 10-ാം തീയതിയാണ് ഈ ഒരു സമരം ആരംഭിച്ചത്. തലേന്ന് രാത്രി എന്ന് ഇവിടെ പറയുന്നുണ്ട്. മെയ് മാസം 10-ാം തീയതി
ഇവർ ആരെയാണ് ഡൽഹിയിലെത്തിയ കലാപകാരികൾ ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്ന് പറയും. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ മീററ്റിലെ ശിപായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം. എവിടെയാണ് കലാപത്തിന് തുടക്കം എന്ന് ചോദിച്ചാൽ മീററ്റാണ്. എവിടെയാണ് കലാപത്തിന് തുടക്കം? മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപത്തിന് തുടക്കം 1857 മെയ് 10. നോക്കാം. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. ഇതാണ് ഇവരുടെ തുടക്കം എന്ന് പറയുന്നത്. അതായത് തൂക്കിക്കൊന്നാലാണ് മംഗൾ പാണ്ഡെ. എവിടെയാണ്? ബാരക്പൂരിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്താവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണം കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷത്തോളം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. കൃത്യമായി ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ എന്താണ്, സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തം ഈ ഒരു കലാപത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കൾക്കിടയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തവരെയാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതായത് ഈ കലാപത്തിൽ ആരാണ്? രാജാക്കന്മാരുണ്ട്, കർഷകരുണ്ട്, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ പങ്കാളികളായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി രാജാക്കന്മാരെ ഇത് പ്രതികൂലമായി ബാധിക്കാൻ കാരണം ദത്താവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, അതുപോലെയാണ് അതായത് രാജാക്കന്മാർക്കും ശിപായിമാർക്കും സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. കൂടാതെ എന്ത് ചെയ്തു? സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തം വന്നു. കൂടാതെ എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെ ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നു. അതുപോലെ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇനി കലാപ സ്ഥലങ്ങൾ നോക്കാം. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഈ ബോക്സിൽ തന്നിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓക്കെ, കൃത്യമായി തന്നെ പഠിച്ചേക്കുക. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേരാണ് മരിച്ചത്. ഓക്കെ, അതായത് 1857 കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെ ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. കാരണം അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ അത് ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്. ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്?
1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഉത്തരം ഫിലാഡൽഫിയയിലാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമാണ്. ഇത് ഏത് സമരവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പൊ ഓർക്കുക, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ആരാണ് രൂപം നൽകിയത്? ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ്. അപ്പൊ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് ഇത് മുഴങ്ങിക്കേട്ടതെന്ന് മനസ്സിലാക്കുക. അതായത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയത്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഉയർത്തിയത്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയെടുക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഇതാണ് ആ 13 കോളനികൾ. അതായത് എന്ത് ചെയ്തു? 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്തു? കുടിയേറാൻ തുടങ്ങി. എന്താണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? വിഭവങ്ങൾ കൈയടക്കുക എന്ന് തന്നെയായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടോടെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ 13 കോളനികൾ സ്ഥാപിച്ചു. കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. അതായത് തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും ഉള്ള കേന്ദ്രമായും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റലിസം എന്നറിയപ്പെടുന്നു. അപ്പൊ മെർക്കന്റലിസം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പൊ ഈ 13 കോളനികൾ കീഴടക്കിയ ഇംഗ്ലീഷുകാര് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ അവിടെ കുടിയേറിയ കച്ചവടക്കാർ ഈ ഒരു വടക്കേ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം എന്നറിയപ്പെടുന്നത്. മെന്റലിസം അല്ല, മെർക്കന്റലിസം. ഓക്കെ, മാറിപ്പോകരുത്. അതായത് വടക്കേ അമേരിക്കൻ കോളനികളിൽ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. എന്താണ് മെർക്കന്റലിസം? മെർക്കന്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങളാണ് ഇംഗ്ലീഷുകാർ കോളനികൾ നടപ്പിലാക്കിയത്. മെർക്കന്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അതിനുമുമ്പ് അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അപ്പൊ ആരാണ് കോളനികൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ്. ഓക്കെ, ഇവർ തീർത്ഥാടക പിതാക്കൾ, അതായത് പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു. തീർത്ഥാടക പിതാക്കൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. ഇതാണ്. അപ്പൊ ആരാണ് ആദ്യമായി വടക്കേ അമേരിക്കയെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അവർ റെഡ് ഇന്ത്യൻസ് ആണ് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഇംഗ്ലണ്ടിലേക്ക് എത്തിയ ഈ കച്ചവടക്കാർ ഏത് കപ്പലിലാണ് വന്നതെന്ന് ചോദിച്ചാൽ മേ ഫ്ലവർ എന്ന കപ്പലിലാണ്. മേ ഫ്ലവർ ഇവരറിയപ്പെട്ട പേര് തീർത്ഥാടക പിതാക്കർ എന്നാണ്. തീർത്ഥാടക പിതാക്കൾ. ഓക്കെ, അപ്പൊ മെർക്കന്റലിസവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. 2, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മറ്റൊന്ന്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ
ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. മറ്റൊന്ന്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പൊ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതായിരുന്നു മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടിയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് നോക്കുക. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. അതായത് തേയിലയുടെ മേൽ എന്ത് ചെയ്തു? ഉയർന്ന നികുതി ഇംഗ്ലീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് 1773 ഡിസംബർ 16-ന് 1773 ഡിസംബർ 16-ന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. 1773 ഡിസംബർ 16-നാണ് ഇത് എന്ത് ചെയ്തു? 342 പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടു. ഓക്കെ, ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനികൾക്കാർക്ക് പ്രചോദനം നൽകി. നോക്കാം. ഒന്ന്, ജോൺ ലോക്ക്. ഒരുപാട് പരീക്ഷകൾ നമുക്ക് ഈ രണ്ട് ഇതും ചോദിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ആരാണ്? ജോൺ ലോക്കാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അതുപോലെ തന്നെ തോമസ് പെയിൻ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് പറയുമ്പോൾ വടക്കേ അമേരിക്കയുടെ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിന്റെ വാക്കുകളാണ്. തോമസ് പെയിൻ, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. അപ്പൊ ഈ ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും ഈ കോട്ടം ചെയ്യുക, ഈ ആശയങ്ങൾ മനസ്സിലേക്ക് ഓർത്തു വെക്കുക. മറ്റൊന്ന്, വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനിയുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എവിടെയാണ്? ഫിലാഡൽഫിയയിൽ. ഓക്കെ, അതായത് ഈ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിൽ 1774 ഫിലാഡൽഫിയയിലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിനെ രാജാവിന് നിവേദനം നൽകി. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിന്റെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. അതായത് ജോർജ് വാഷിംഗ്ടൺ എന്ത് ചെയ്തു? കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. എവിടുന്ന്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എവിടെ? ഫിലാഡൽഫിയയിൽ 1775. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അതിന് ഉത്തരവും നിങ്ങൾക്ക് കിട്ടി. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ കോമൺ സെൻസ് എന്നത് ആരുടെ ലഘുലേഖയാണ്? തോമസ് പെയിന്റെ ആണ്. തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത്. 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനം? എല്ലാ മനുഷ്യരും തുല്യമാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചിരുന്നു. ഈ യുദ്ധം 1781 അവസാനിച്ചു. 1781 യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം അപ്പൊ പാരീസ് ഉടമ്പടി നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം. അപ്പൊ ഭരണഘടനാ സമ്മേളനം എവിടെ ചേർന്നു? ഫിലാഡൽഫിയയിൽ. ഈ ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ഓക്കെ, അപ്പൊ ജോർജ് വാഷിംഗ്ടൺ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും ഇത്രയും ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് തുടർന്ന് കാണുവാനും കൊണ്ടുപോകാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റ് ക്ലാസ്സുകളും വിശദീകരണങ്ങളും ഒക്കെയായി SCERT ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ചോദ്യങ്ങളിലൂടെ നമ്മൾ തീർത്തു പോകും. ഓക്കെ, ഇത്തരത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കും മറ്റുമായി നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലും എന്ത് ചെയ്യുക, അംഗമാകാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.